സ്നേഹമുള്ളവരെ, യേശു തൻ്റെ ഉത്ഥാനത്തിന് ശേഷം 2 പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് ആശംസിച്ച പല അധികാരങ്ങളും അവർക്ക് നൽകിപ്പോയെങ്കിലും നിരാശ വിട്ടുപോകാതെ പഴയ തൊഴിലിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനിക്കുന്ന ശിഷ്യരെയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുക. കടലിൻ്റെ മണവും നിറവും മാറുന്നത് തിരിച്ച് ഒന്നും കിട്ടിയില്ല. എങ്കിലും യേശു പറഞ്ഞപ്പോൾ പ്രത്യാശയോടെ അവർ വലയിലേക്ക് ഇറക്കി. അവർക്ക് ധാരാളം മത്സ്യം ലഭിച്ചു. നമ്മുടെ ജീവിതത്തിൽ പഴയ ഇരുണ്ട വഴികളിലൂടെ നമുക്ക് കടന്നു പോകേണ്ടത് വരാറുണ്ട്. അപ്പോഴെല്ലാം ഒരു പുത്തൻ പുലരി പോലെ നിറയെ സമ്മാനങ്ങളുമായി കാത്തിരിക്കുന്നല്ലോ എന്ന പ്രതീക്ഷ നമുക്കുണ്ടാകണം. അപ്പോൾ യേശുവിൻ്റെ സ്വരം ശ്രദ്ധിക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും നമുക്ക് സാധിക്കും. അതിനുള്ള അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ബലിയർപ്പണത്തിനായി നമുക്ക് ഒരുങ്ങാം. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന്. അക്കാലത്ത് പ്രധാന പുരോഹിതൻ അപ്പസ്തോലന്മാരോട് പറഞ്ഞു, ക്രിസ്തുവിൻ്റെ നാമത്തിൽ പഠിപ്പിക്കരുതെന്ന് ഞങ്ങൾ കർശനമായി കൽപ്പിച്ചിരുന്നല്ലോ. എന്നിട്ടും നിങ്ങൾ നിങ്ങളുടെ പ്രബോധനം കൊണ്ട് ജെറുസലേം നിറച്ചിരിക്കുന്നു. ഈ മനുഷ്യൻ്റെ രക്തം ഞങ്ങളുടെ മേൽ ആരോപിക്കാൻ നിങ്ങൾ ഉദ്യമിക്കുകയും ചെയ്യുന്നു. പത്രോസും അപ്പസ്തോലന്മാരും പ്രതിവചിച്ചു, മനുഷ്യരെക്കാൾ ദൈവത്തെയാണ് അനുസരിക്കേണ്ടത്. നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു. ഇസ്രായേലിന് അനുതാപവും പാപമോചനവും നൽകാൻ ദൈവം അവനെ നാഥനും രക്ഷകനുമായി തൻ്റെ വലത്തുഭാഗത്തേക്ക് ഉയർത്തി. ഈ സംഭവങ്ങൾക്ക് ഞങ്ങൾ സാക്ഷികളാണ്. തന്നെ അനുസരിക്കുന്നവർക്ക് ദൈവം പ്രദാനം ചെയ്യുന്ന പരിശുദ്ധാത്മാവ് ഇതിന് സാക്ഷിയാണ്. അവർ അപ്പസ്തോലന്മാരെ അകത്തു വിളിച്ച് പ്രഹരിച്ചതിന് ശേഷം യേശുവിൻ്റെ നാമത്തിൽ സംസാരിച്ചു പോകരുതെന്ന് കൽപ്പിച്ച് അവരെ വിട്ടയച്ചു. അവരാകട്ടെ യേശുവിൻ്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിൻ്റെ മുമ്പിൽ നിന്ന് പുറത്തുപോയി. എല്ലാ ദിവസവും ദേവാലയത്തിൽ വെച്ചും ഭവനം തോറും ചെന്നും യേശുവാണ് ക്രിസ്തുവെന്ന് പഠിപ്പിക്കുന്നതിലും പ്രസംഗിക്കുന്നതിലും നിന്ന് അവർ വിരമിച്ചില്ല. കർത്താവിൻ്റെ വചനം. കർത്താവെ, ഞാൻ അങ്ങേ പാടിപ്പുകഴ്ത്തും, അവിടുന്ന് എന്നെ രക്ഷിച്ചു. കർത്താവെ, ഞാൻ അങ്ങേ പാടിപ്പുകഴ്ത്തും, അവിടുന്ന് എന്നെ രക്ഷിച്ചു. കർത്താവ്, ഞാൻ അങ്ങേ പാടിപ്പുകഴ്ത്തും, അവിടുന്ന് എന്നെ രക്ഷിച്ചു. എൻ്റെ ശത്രു എൻ്റെ മേൽ വിജയം ആഘോഷിക്കാൻ ഇടയാക്കിയില്ല. കർത്താവെ, അവിടുന്ന് എന്നെ പാതാളത്തിൽ നിന്ന് കരകയറ്റി മരണഗർത്തത്തിൽ പതിച്ചവരുടെ ഇടയിൽ നിന്ന് എന്നെ ജീവനിലേക്ക് ആനയിച്ചു. കർത്താവെ, ഞാൻ അങ്ങേ പാടിപ്പുകഴ്ത്തും, അവിടുന്ന് എന്നെ രക്ഷിച്ചു. കർത്താവിൻ്റെ വിശുദ്ധരെ, അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. അവിടുത്തെ പരിശുദ്ധ നാമത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. എന്തെന്നാൽ അവിടുത്തെ കോപം നിമിഷ നേരത്തേക്കേ ഉള്ളൂ. അവിടുത്തെ പ്രസാദം ആ ജീവാനന്ദം നിലനിൽക്കുന്നു. രാത്രിയിൽ വിലാപമുണ്ടായേക്കാം, എന്നാൽ പ്രഭാതത്തോടെ സന്തോഷത്തിൻ്റെ വരവായി. കർത്താവെ, ഞാൻ അങ്ങേ പാടിപ്പുകഴ്ത്തും, അവിടുന്ന് എന്നെ രക്ഷിച്ചു. കർത്താവെ, എൻ്റെ യാചന കേട്ട് എന്നോട്
വെളിപാടിൻ്റെ പുസ്തകത്തിൽ നിന്ന്. യോഹന്നാനായ ഞാൻ സിംഹാസനത്തിൻ്റെയും ജീവികളുടെയും ശ്രേഷ്ഠന്മാരുടെയും ചുറ്റും അനേകം ദൂതന്മാരെ കണ്ടു. അവരുടെ സ്വരവും ഞാൻ കേട്ടു. അവരുടെ എണ്ണം 10,000-ങ്ങളുടെ 10,000-ങ്ങളും 1,000-ങ്ങളുടെ 1,000-ങ്ങളും ആയിരുന്നു. ഉച്ചസ്വരത്തിൽ അവർ ഉദ്ഘോഷിച്ചു, കൊല്ലപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ആധിപത്യവും ബഹുമാനവും മഹത്വവും സ്തുതിയും സ്വീകരിക്കാൻ യോഗ്യനാണ്. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്കടിയിലും സമുദ്രത്തിലുമുള്ള എല്ലാ സൃഷ്ടികളും ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു. സിംഹാസനസ്ഥനും കുഞ്ഞാടിനും എന്നേക്കും സ്തുതിയും ബഹുമാനവും മഹത്വവും ആധിപത്യവും. 4 ജീവികളും ആമേൻ എന്നു പ്രതിവചിച്ചു. ശ്രേഷ്ഠന്മാർ സാഷ്ടാംഗം വീണ് ആരാധിച്ചു. കർത്താവിൻ്റെ വചനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സകലത്തെയും സൃഷ്ടിച്ച കർത്താവ് ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് തൻ്റെ കൃപ എല്ലാവർക്കും പ്രദാനം ചെയ്തു. ഹല്ലേലൂയ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ പരിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് യേശു തിബേരിയാസ് കടൽ തീരത്ത് വെച്ച് ശിഷ്യന്മാർക്ക് വീണ്ടും തന്നെ വെളിപ്പെടുത്തി. അവൻ വെളിപ്പെടുത്തിയത് ഇപ്രകാരമാണ്. ശിമിയോൻ പത്രോസ്, ദിദിമൂസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ്, ഗലീലിയിലെ കാനായിൽ നിന്നുള്ള നഥാനയേൽ, സെബദിയുടെ പുത്രന്മാർ എന്നിവരും വേറെ 2 ശിഷ്യന്മാരും ഒരുമിച്ചിരിക്കുകയായിരുന്നു. ശിമിയോൻ പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. അവർ പറഞ്ഞു, ഞങ്ങളും നിന്നോടുകൂടെ വരുന്നു. അവർ പോയി വള്ളത്തിൽ കയറി. എന്നാൽ ആ രാത്രിയിൽ അവർക്കൊന്നും കിട്ടിയില്ല. ഉഷസ്സായപ്പോൾ യേശു കടൽക്കരയിൽ വന്ന് നിന്നു. എന്നാൽ അത് യേശുവാണെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതുമുണ്ടോ? ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. അവൻ പറഞ്ഞു, വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിടുക, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. അവർ വലയിട്ടു. അപ്പോൾ വലയിലകപ്പെട്ട മത്സ്യത്തിൻ്റെ ആധിക്യം നിമിത്തം അത് വലിച്ചു കയറ്റാൻ അവർക്ക് കഴിഞ്ഞില്ല. യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു, അത് കർത്താവാണ്. അത് കർത്താവാണെന്ന് കേട്ടപ്പോൾ ശിമിയോൻ പത്രോസ് താൻ നഗ്നനായിരുന്നത് കൊണ്ട് പുറങ്കുപ്പായമെടുത്ത് ധരിച്ച് കടലിലേക്ക് ചാടി. എന്നാൽ മറ്റു ശിഷ്യന്മാർ മീൻ നിറഞ്ഞ വലയും വലിച്ചുകൊണ്ട് വള്ളത്തിൽ തന്നെ വന്നു. അവർ കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിലധികം അകലെയല്ലായിരുന്നു. കരയ്ക്കിറങ്ങിയപ്പോൾ തീ കൂട്ടിയിരിക്കുന്നതും അതിൽ മീൻ വച്ചിരിക്കുന്നതും അപ്പവും അവർ കണ്ടു. യേശു പറഞ്ഞു, നിങ്ങളിപ്പോൾ പിടിച്ച മത്സ്യത്തിൽ കുറേ കൊണ്ടുവരുവിൻ. ഉടനെ ശിമിയോൻ പത്രോസ് വള്ളത്തിൽ കയറി വലിയ മത്സ്യങ്ങൾ കൊണ്ട് നിറഞ്ഞ വല വലിച്ച് കരയ്ക്ക് കയറ്റി. അതിൽ 153 മത്സ്യങ്ങളുണ്ടായിരുന്നു. ഇത്രയധികം ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. യേശു പറഞ്ഞു, വന്ന് പ്രാതൽ കഴിക്കുവിൻ. ശിഷ്യന്മാരിൽ ആരും അവനോട് നീ ആരാണ് എന്ന് ചോദിക്കാൻ മുതിർന്നില്ല. അത് കർത്താവാണെന്ന് അവർ അറിഞ്ഞിരുന്നു. യേശു വന്ന് അപ്പമെടുത്ത് അവർക്ക് കൊടുത്തു. അതുപോലെ തന്നെ മത്സ്യവും. യേശു മരിച്ചവരിൽ നിന്നും ഉയിർപ്പിക്കപ്പെട്ട ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നത് ഇത് 3-ാം പ്രാവശ്യമാണ്. അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ യേശു ശിമിയോൻ പത്രോസിനോട് ചോദിച്ചു, യോഹന്നാൻ്റെ പുത്രനായ ശിമിയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. യേശു അവനോട് പറഞ്ഞു, എൻ്റെ ആടുകളെ മേയ്ക്കുക. 2-ാം പ്രാവശ്യവും അവൻ ചോദിച്ചു, യോഹന്നാൻ്റെ പുത്രനായ ശിമിയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നല്ലോ. അവൻ പറഞ്ഞു, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക.
അവൻ മൂന്നാം പ്രാവശ്യവും അവനോട് ചോദിച്ചു, യോഹന്നാൻ്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? തന്നോട് മൂന്നാം പ്രാവശ്യവും നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്നവൻ ചോദിച്ചതുകൊണ്ട് പത്രോസ് ദുഃഖിതനായി. അവൻ പറഞ്ഞു, കർത്താവേ, നീ എല്ലാം അറിയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നു. യേശു പറഞ്ഞു, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ചെറുപ്പമായിരുന്നപ്പോൾ നീ സ്വയം അരമുറുക്കുകയും ഇഷ്ടമുള്ളിടത്തേക്ക് പോവുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രായമാകുമ്പോൾ നീ നിൻ്റെ കൈകൾ നീട്ടുകയും ഇന്നത്തെ വചന വിചിന്തനം നമുക്കായി തയ്യാറാക്കിയിരിക്കുന്നത് റവറൻ ഫാദർ ഷാജൻ ജോസഫ് കുന്നുങ്കൽത്തറ. ക്രിസ്തുവിൽ ആയിരിക്കുന്നവർ പുതിയ സൃഷ്ടിയാണ്. കൂടെ ഉണ്ടായിരുന്ന ദൈവിക സാന്നിധ്യം, ദൈവാനുഭവം, ദൈവിക കൃപകൾ എന്നിവ നഷ്ടമാകുമ്പോഴാണ് മനുഷ്യൻ അവൻ്റെ പഴയ ജീവിത ശൈലികൾ തേടുന്നതും അതിനെ കൂട്ടുപിടിക്കുന്നതും. ഉപേക്ഷിച്ചു പോകുന്ന പഴയ ജീവിത വസന്തത്തിലേക്ക് തിരികെ പോകുവാൻ ഒരുങ്ങുകയാണ് പത്രോസ്. ദൈവിക സാന്നിധ്യം നൽകുന്ന വെട്ടം ജീവിതത്തിൽ നിലച്ചു പോയിട്ടും ക്രിസ്തുവിനോട് ചേർന്ന് നിന്നവരുടെ മഹത്വവും സുവിശേഷം വരച്ചു കാണിക്കുന്നുണ്ട്. പഴയ നിയമ പുസ്തകത്തിലെ ജോബ് തൻ്റെ ശരീരം മുഴുവൻ വ്രണങ്ങളാൽ നിറഞ്ഞപ്പോഴും ദൈവസന്നിധിയിൽ നിശബ്ദനായി നിലകൊണ്ട വീരനാണ്. ദൈവത്തെ ചോദ്യം ചെയ്യാൻ ഞാൻ ആരാണ് എന്ന ബോധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. താനൊരു വട്ടപൂജ്യമാണെന്ന ബോധ്യം അദ്ദേഹം കാത്തു സൂക്ഷിച്ചു. കൂടെയുള്ള ദൈവിക മഹത്വം നഷ്ടമാകുമ്പോഴാണ് മനുഷ്യൻ ഒരിക്കൽ താൻ ഉപേക്ഷിച്ചു പോന്ന പഴയ വഴിയിലേക്ക് തന്നെ തിരികെ നടക്കുന്നത്. ക്രിസ്തുവിൻ്റെ മരണം ശിഷ്യന്മാരിൽ ഉണ്ടാക്കിയത് അത്തരമൊരു ചിന്ത തന്നെയാണ്. അതുകൊണ്ടാണ് പത്രോസിനോടൊപ്പം മീൻ പിടിക്കാനായി മറ്റുള്ളവരും ഇറങ്ങിത്തിരിക്കുന്നത്. ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടമായ ഒരു ജനതയുടെ പ്രതിനിധിയാണ് പത്രോസ്. ഉപേക്ഷിച്ചു വന്ന ജീവിത സായാഹ്നത്തിലേക്ക് അദ്ദേഹം വീണ്ടും പ്രവേശിക്കുവാൻ ഒരുങ്ങുന്നു. അന്ധകാരം നിറഞ്ഞ ചുറ്റുപാടുകളോ സാഹചര്യങ്ങളോ ആയിരിക്കാം അവരുടെ ആന്തരിക കാഴ്ചകളെ യേശുക്രിസ്തുവിൽ നിന്നും മറച്ചത്. അതുകൊണ്ട് തന്നെ മനുഷ്യജീവിതം ക്രമീകരിക്കേണ്ടത് 3 ലക്ഷ്യങ്ങളെ മുൻനിർത്തിയാവണം. നമ്മുടെ അനുഭവ പരിചയം പരാജയപ്പെടുമ്പോഴെല്ലാം ദൈവത്തിലേക്ക് തിരിയുക. തൊഴിൽ മേഖലകളിലും ഉത്തരവാദിത്തങ്ങളിലും അനുഭവങ്ങൾ ഒത്തിരി കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആത്മവിശ്വാസത്തോടെ എല്ലാം ചെയ്യാമെന്ന് അനുഭവം നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ എത്ര പരിചയവും അനുഭവവും ഉണ്ടായെങ്കിലും ചില വേളകളിൽ ഇവയൊന്നും ഫലപ്രദമാകാതെ വരും. അപ്പോൾ ദൈവത്തിലേക്ക് തിരിയുക. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും അനുഭവ പാഠമുള്ളവർ പരാജയപ്പെട്ടു. കാരണം അവരുടെ അധ്വാനത്തിൽ അവരോടൊപ്പം യേശുക്രിസ്തു ഇല്ലാതെ പോയി എന്നതാണ്. ഒരുക്കമില്ലാതെയും പ്രാർത്ഥന കൂടാതെയും ദൈവവിചാരമില്ലാതെയുമുള്ള നമ്മുടെ പ്രയത്നങ്ങൾ പരാജയപ്പെടാം. അതുകൊണ്ട് പരാജയം മുന്നിൽ കാണുന്ന അവസരങ്ങളിലെല്ലാം ദൈവത്തിലേക്ക് തിരിയുക. 3, ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുക. പ്രശ്നങ്ങൾക്കിടയിൽ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് എങ്ങനെ പറയാനാവും? ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന സഹനങ്ങൾക്കും പരാജയങ്ങൾക്കും തടസ്സങ്ങൾക്കും തകർച്ചകൾക്കുമിടയിൽ ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുവാൻ നീ തയ്യാറാണോ എന്നാണ് യേശുക്രിസ്തു ശിഷ്യരോടും അതോടൊപ്പം നമ്മോടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും യേശുവിനെ കൂടുതൽ സ്നേഹിക്കുവാനും ക്രിസ്തുവിലായിരിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായി തീരുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഈ വചന വിചിന്തനം നമുക്കായി തയ്യാറാക്കിയത് റവറൻ ഫാദർ ഷാജൻ ജോസഫ് കുന്നുങ്കൽത്തറ.
സ്നേഹപിതാവായ ദൈവമേ, അങ്ങേ അജഗണത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഇടയന്മാരെയും അങ്ങേ തിരുഹൃദയത്തിൽ സമർപ്പിക്കുന്നു. കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികൾ തിരിച്ചറിഞ്ഞുകൊണ്ട് സഭാമക്കളെ വിശ്വാസത്തിൽ നയിക്കുവാൻ വേണ്ട പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ ഇവരുടെ മേൽ വർഷിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിപാലകനായ ദൈവമേ, ഈ ദിവ്യബലിയിൽ പങ്കുചേരുന്ന ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. പലവിധ അസ്വസ്ഥതകളും രോഗങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ താളം തെറ്റുമ്പോൾ ഈ ലോക ജീവിതം നശ്വരമാണെന്നും സ്വർഗരാജ്യം മാത്രമാണ് എന്നും നിലനിൽക്കുന്നതെന്നുമുള്ള ബോധ്യത്തിൽ തിന്മകളിൽ നിന്നകന്ന് പ്രത്യാശയും പ്രതീക്ഷയും നിറഞ്ഞ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മയുടെ ഉറവിടമായ ദൈവമേ, എല്ലാ യുവജനങ്ങളെയും അനുഗ്രഹിക്കണമേ. തങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്ന താലന്തുകൾ തിരിച്ചറിഞ്ഞ് അവയെ പരമാവധി വർദ്ധിപ്പിക്കുവാനും സഭയുടെയും ലോകത്തിൻ്റെയും നന്മയ്ക്കു വേണ്ടി വിനിയോഗിക്കുവാനും ദൈവം അനുഗ്രഹിച്ചു നൽകിയ കാലഘട്ടമാണ് യുവത്വം എന്ന തിരിച്ചറിവ് എല്ലാ യുവജനങ്ങൾക്കും നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹദാത, തിരുക്കുടുംബത്തിൽ വിളങ്ങിയിരിക്കുന്ന സ്നേഹവും സമാധാനവും പരസ്പര ഐക്യവും ഞങ്ങളുടെ കുടുംബങ്ങളിലും പുലരുവാൻ ഇടയാക്കണമേ. ദൈവത്തിൻ്റെ ദാനമായ മക്കളെ ക്രൈസ്തവ വിശ്വാസത്തിൽ വളർത്തിക്കൊണ്ടുവരുവാൻ എല്ലാ മാതാപിതാക്കളെയും അവർക്ക് വിധേയരായി വളർന്ന് സമൂഹത്തിനും കുടുംബത്തിനും നല്ല മാതൃകയായി തീരുവാൻ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവൻ്റെയും മരണത്തിൻ്റെയും അതിനാഥനായ ദൈവമേ, നിത്യതയിലേക്ക് വിളിക്കപ്പെട്ട എല്ലാ ആത്മാക്കളെയും ശുദ്ധീകരണ സ്ഥലത്ത് യാതന അനുഭവിക്കുന്നവരെയും അങ്ങേ കരുണയ്ക്ക് മുൻപിൽ സമർപ്പിക്കുന്നു. അവർ ഈ ലോകത്തിലായിരുന്നപ്പോൾ ചെയ്തു പോയ എല്ലാ പാപങ്ങൾക്കും അങ്ങേ തിരുക്കുമാരൻ്റെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് നിത്യസമ്മാനത്തിന് അവരെയും യോഗ്യരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.